ഹലോ, രാത്രിയിൽ തേച്ചാൽ രാവിലെ മുഖം സ്വർണ്ണം പോലെ തിളങ്ങാൻ സഹായിക്കുന്ന ഒരു ക്രീം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. വലിയ വില കൊടുത്ത് നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യുകയോ ക്രീം വാങ്ങിയിട്ട് റിസൾട്ടും സമയവും കളയുന്നതിൽ നല്ലതാണ് ഈ ഒരു ക്രീം നിങ്ങൾ വീട്ടിലുണ്ടാക്കി തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഒട്ടും മടി കൂടാണ്ട് തന്നെ ഈ ഒരു ക്രീം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ചെടികളിലുള്ള നിങ്ങളുടെ വീട്ടിലെ ചെടിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അലോവേര ഈ ക്രീം ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യരുത് കേട്ടോ. പക്ഷേ ഒറ്റ യൂസിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അലോവേര എടുക്കുക. പക്ഷേ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വീട്ടിലുള്ള ചെടിയിലുള്ള അലോവേര ജെല്ല് എടുക്കാൻ പാടില്ല. കാരണം അതിന് ഷെൽഫ് ലൈഫ് കിട്ടൂല. അതുകൊണ്ടാണ് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടേ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ നിങ്ങൾക്ക് എടുക്കുക. ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഒന്ന് എടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞളാണ്. മഞ്ഞളിൻ്റെ ഒരു കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ നിങ്ങൾക്ക് എടുക്കാം. ഒരിക്കലും കറികളിൽ യൂസ് ചെയ്യുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടി എടുക്കരുത്. പിന്നെ ഒരു കസ്തൂരി മഞ്ഞൾപ്പൊടി ശരിക്കും പറഞ്ഞാൽ കസ്തൂരി മഞ്ഞൾപ്പൊടി മാത്രമാണ് എടുക്കേണ്ടത്. ഇനി നിങ്ങൾക്കത് വാങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി എടുക്കാൻ പാടുള്ളൂ. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഒരിക്കലും അതിൻ്റെ ആ ഒരു ടിൻറ്റ് നമ്മുടെ മുഖത്തേക്ക് വരില്ല. പക്ഷേ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ആകുമ്പോൾ ആ ഒരു മഞ്ഞ കളർ ടിൻറ്റ് നമ്മുടെ മുഖത്തേക്ക് വരും. അപ്പോൾ നമ്മളെന്തോ മുഖത്ത് തേച്ചിട്ടുണ്ട് എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു മഞ്ഞളിൻ്റെ ടിൻറ്റും വെച്ച് നമ്മൾ ഒരിക്കലും വെയിലത്ത് ഇറങ്ങാനും പാടില്ല. അത് നമ്മുടെ മുഖം കൂടുതൽ കറുപ്പാക്കാൻ കാരണമാവും. അതുകൊണ്ട് തന്നെ കസ്തൂരി മഞ്ഞൾ എടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നമ്മളിതൊരു എയർ ടൈറ്റുള്ള ഇതുപോലുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഒരു 4-5 ദിവസം ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് രാത്രി കിടക്കുന്നതിൻ്റെ മുന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ നിങ്ങളിതിൽ നിന്ന് കുറച്ചെടുത്ത് നിങ്ങളുടെ മുഖത്തേക്ക് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ബെഡിലെല്ലാം ആവും എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെയൊന്നും ആവില്ല. സാധാരണ ഫെയർ ലവ്ലി ക്രീമെല്ലാം തേക്കുന്നത് പോലെ ഇതുപോലെ ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ പറഞ്ഞല്ലോ, കസ്തൂരി മഞ്ഞളാണെങ്കിൽ ഒരു ടിൻറ്റും നിങ്ങളുടെ മുഖത്തേക്ക് ഉണ്ടാവില്ല. ഇത് നിങ്ങൾ ഒരാഴ്ച ചെയ്ത് നോക്ക്. മുഖം നല്ല സ്വർണ്ണം പോലെ തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക.